നിനക്ക് ഏത് മറ്റം വണ്ടിയുടെ ഒരു സൈഡ് പോയാനെ അവൻ എന്നോട് കാണിച്ച നീ ചോദിക്കടാ. ഇവനൊക്കെ ആരെവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കുന്നത് കാണിച്ചു കൊടുക്കാൻ. ഡയറക്ടർ ജെയിംസ് ആന്റണി സാറല്ലേ? അതിന് കളി ജെയിംസ് ബോണ്ടൊന്നും ഇങ്ങനെ വിളക്കാനിട്ട്. ഈ പുള്ളി എന്താ കട്ടപ്പനയില്? ചിലപ്പോ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വന്നായിരിക്കും. ഈ സാറിന്റെ ഒക്കെ പടത്തിൽ ഒരു ചാൻസ് കിട്ടിയാണ്ടല്ലോ ഞാൻ രക്ഷപ്പെട്ടു. എന്നാ ചെന്ന് ചോദിക്കടാ. ഇപ്പൊ ഫാമിലി ഒക്കെ ഉണ്ട്, ഇപ്പൊ വേണ്ട. ഫാമിലി ഒക്കെ ഉള്ളപ്പോഴല്ലേ ചോദിക്കണത്. ഫാമിലിയുടെ മുന്നിൽ വെച്ചൊരു ചാൻസ് വെച്ച് ആർക്കും തരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിന്നെ അയാൾ മറക്കേയില്ല. അത് ചിലപ്പോ ഇഷ്ടാവില്ല, വേണ്ട. എന്റെ സഹോദരൻ നിമിത്തൊരിക്കും ചിലപ്പോ നമ്മയോട് വരാൻ അയാളെ കാണാനൊക്കെ പറ്റിയത്. ചാൻസ് വെച്ചാൽ കിട്ടും. ഞാനല്ലേ പറയണത്. ഞാൻ പറഞ്ഞു തന്നവരെ തെറ്റിയിട്ടുണ്ടാ. നീ ചെല്ല്, നീ പോയി ചാൻസ് ചോദിക്ക്. ചെല്ലടാ. സർ ഓക്കെ സർ. ജെസ്സി, I need divorce. ജെസ്സി, നീ ഇത്ര സില്ലി ആവരുത്. നിനക്കറിയില്ലേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. യെസ്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് ഐ നീഡ് ഡിവോഴ്സ്. ഫോർ ഗോഡ്സ് സേക്ക്, ഷീ ഈസ് മൈ ഫ്രണ്ട്. ദാറ്റ്സ് ഓൾ. ഫ്രണ്ട്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നല്ലോ. ജെസ്സി, ജെയിംസ്, സ്റ്റോപ്പ് ദിസ്. എന്റെ മുമ്പിൽ നിങ്ങളൊരു നാടകം കളിക്കണ്ട. ഐ നോ എവരിതിങ്. സാർ, ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. വാട്ട്? പോക്കിരി രാജ, പൊന്നരയും പൊട്ടാസ് ബോംബ് ഇതിലൊക്കെ ചെറിയ വേഷത്തിലാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത പടത്തിൽ ഒരു വേഷം തന്നെ പോയിരിക്കും ഞാൻ. നീ ആരാടാ കോപ്പേ? നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടാ ഇഡിയറ്റ്? ഞങ്ങൾ സിനിമാക്കാരും മനുഷ്യരാ. വീടും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യര്. മനസ്സിലാക്കില്ല, ഒരാളും മനസ്സിലാക്കില്ല. ഓ, കുടുംബം കാരണം പ്രൊഫഷനിൽ പ്രശ്നം, പ്രൊഫഷൻ കാരണം കുടുംബത്തിൽ പ്രശ്നം. ഒരാളും ഒന്നും മനസ്സിലാക്കില്ല. അതിനിടയിലാണ് അവന്റെ അമ്മൂമ്മയുടെ ചാൻസ്. എടാ, നിനക്ക് എന്റെ പടത്തിൽ നിന്നല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചാൻസ് ഇല്ല. അണ്ടർസ്റ്റാൻഡ്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? Get out! ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ഒരു ഫാമിലി, അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണേന്റെ എവിടെ കയറി ചാൻസ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? നീ ചോദിക്കോ? പക്ഷെ അവന് വന്നല്ലോ. എപ്പോ വന്നായിരുന്നു? എന്താ കേറണില്ലേ? ഇപ്പൊ വരാം. ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് പറ്റാ. തമാശരിക്കുള്ളൂ. അതിനുള്ള വിവരമൊന്നുമില്ല. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. കാലിൽ കുഴുന്നാൻകുത്തിയന്റെ പേരില് പഞ്ചായത്തിൽ വികലാംഗ പെൻഷൻ അപേക്ഷിച്ച വിജയന്റെ മോനുള്ള നീ. നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല. കിച്ചുവേട്ടന് നല്ലൊരു വേഷം കിട്ടും. എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോട്ടോജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ മാത്രം ജനിച്ചവര് അവനിക്കാർന്നൂടാ. എന്നാ പറഞ്ഞാലും ആ പാവത്തിനെ മെക്കിട്ട് കയറിക്കണം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പാത്രത്തെ തട്ടി പണ്ട് ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ച കാര്യം ഓർപ്പിക്കരുത്. എന്ത് കഴിക്കാനായാലും എന്തായി മനുഷ്യനെ പേടിപ്പിച്ചിട്ടാ കഴിക്കാൻ പറ്റുന്നത്? അയ്യോ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? വീട്ടിൽ പോയി വല്ല കഴിക്കാൻ നോക്കടാ. മനുഷ്യനെ തിന്നാൻ അണ്ണാക്കി നോക്കി. കല്യാണം പോലും വിളിക്കാത്ത പട്ടികളൊക്കെയാ ക്യാൻഡി ക്രഷ് കളിക്കാൻ വിളിക്കണേ. ഓടാ. ഇയാളെ മമ്മൂട്ടിയുടെ കൂടെ ഏതെങ്കിലും പടത്തിലുണ്ടായിരുന്നോ? ഓ,
മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂല. ആരാണ് ഇപ്പൊ ഈ നട്ടപ്പാരൊക്കെ? ഓ ആരാ അച്ചായി? ആരാണെന്ന് ആർക്കറിയാം? താൻ പറഞ്ഞത് ശരിയാ. ആ മമ്മൂട്ടിയുടെ പടത്തിൽ അവൻ തന്നെ ആയിരുന്നു. ഇതാ ബെറ്റ് വെച്ച 100 രൂപ. മാടമ്പള്ളിയിൽ ആ ചിത്രരോഗി ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലും പുകവലിക്ക് വലിയ വില. ഹലോ ഹലോ. ഹലോ. എടാ സോറിയട്ടാ. എന്ത്? എടാ സോറിയടാ, ക്ഷമിക്ക്. എന്നടാ ഈ പാതിരാത്രിക്ക്? എടാ നീ കുറച്ച് നാൾ ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോയല്ലേ? എനിക്ക് ഇംഗ്ലീഷ് മെസ്സേജിന്റെ അർത്ഥം എന്ന് പറഞ്ഞോടാ. എന്ത്? അതെ, ഗോ ടു ഹെൽ, യു ബാസ്റ്റാർഡ്, ഡോണ്ട് എവർ മസാജ് മീ അഗൈൻ, ദിസ് ഈസ് ദി ലാസ്റ്റ് വാർണിംഗ് എന്ന് വെച്ചാ എന്താടാ? വല്ല നരത്തിലോടും പോടാ തന്തയില്ലാത്തവനെ. എടാ നിനക്ക് അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിട്ടാ. പാതിരാത്രിക്ക് എന്റെ തന്ത കുളിച്ചോണ്ടല്ലോ. എടാ ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞാന്നേ, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി മേലെ മെസ്സേജ് അയക്കരുതെന്ന്. ആഹാ, അതാണ് അതിന്റെ അർത്ഥം. ആ നിനക്കിത് ആരാ അയച്ചതാ? ഹലോ, കട്ട് ചെയ്താത്തേണ്ടി. നമ്മളെ ഒന്നും ചീത്ത വിളിക്കാൻ പോലും ഒരു പെൺകുച്ചില്ലല്ലോ ദൈവമേ. Well waited for Iniesta, wants the return. എന്താ പല്ലടിക്കണത്? കളി കളിക്കുന്ന 5 മിനിറ്റ് അല്ല 77 ഗോൾ അടിച്ചിട്ടേ ഞാൻ. എടാ ഇന്ന് ഫുട്ബോളിന് സെഞ്ചുറി അടിക്കും. പോടാ. 78 ഗോൾ അടിച്ചിട്ട് അയ്യോ. സോറി, ഞാൻ പാസ് നട കേട്ടത്.